പകരച്ചുങ്കം ചുമത്തിയതിന്റെ പേരിൽ ചൈന തിരിച്ചയച്ച ബോയിംഗ് വിമാനങ്ങൾ യുഎസിലെ നിർമ്മാണ കേന്ദ്രത്തിൽ തിരിച്ചെത്തി. ചൈനയുടെ സിയാമൻ എയർലൈൻസിന് വേണ്ടി നിർമ്മിച്ച 737 മാക്സ് എന്ന ബോയിംഗ് വിമാനമാണ് തിരിച്ചയച്ചത്. ചൈനീസ് വിമാന കമ്പനികൾ ബോയിംഗ് വിമാനങ്ങൾ യുഎസിലേക്ക് തിരികെ കൊണ്ടുവരാൻ തുടങ്ങി. ഒരു 737 മാക്സ് അടുത്തിടെ സിയാറ്റിയിലെ ഒരു ബോയിംഗ് ഉൽപാദന കേന്ദ്രത്തിൽ വാരാന്ത്യത്തിൽ തിരിച്ചെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയ യുഎസ് നടപടിക്ക് മറുപടിയായി ബോയിംഗ് വിമാനങ്ങളുടെ കൂടുതൽ ഡെലിവറി സ്വീകരിക്കരുതെന്നും ചൈന തങ്ങളുടെ വിമാന കമ്പനികൾക്ക് ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ശനിയാഴ്ച തിരിച്ചുവരവ് നടന്നതെന്നും ബ്ലൂംബെർഗ് ന്യൂസ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് ചൈനയ്ക്ക് മേൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം ചുമത്തിയത്. ബോയിങ്ങിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലാണ് 737 മാക്സ്. ബോയിങ്ങിൽ നിന്നും പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്യരുതെന്നും ഇതിനകം ഓർഡർ ചെയ്ത വിമാനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അനുമതി നേടണമെന്നും ചൈനീസ് സർക്കാർ ആഭ്യന്തര വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിമാനങ്ങൾ തിരിച്ചയച്ചതോടെ ബോയിംഗ് ജെറ്റുകൾ ഉപയോഗിച്ചിരുന്ന ചൈനീസ് എയർലൈനുകളും പ്രതിസന്ധിയിലാകും. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 245% തീരുവയാണ് ചുമത്തിയിട്ടുള്ളത്. വ്യാപാര ഉടമ്പടികൾക്കും ചർച്ചകൾക്കും തയ്യാറാകേണ്ടത് ചൈനയാണെന്ന് ആരോപിച്ച അമേരിക്ക ഒറ്റയടിക്കാണ് 145-ൽ നിന്നും 245% താരിഫ് ഉയർത്തിയത്. ബോയിങ്ങിന്റെ ഷൌഷാൻ ഡെലിവറി സെന്ററിൽ 2 ചൈനീസ് വിമാന കമ്പനികൾക്കായി തയ്യാറായിരിക്കുന്ന 3 737 മാക്സ് 8 ജെറ്റുകൾ കഴിഞ്ഞ ആഴ്ച യുഎസിലേക്ക് തിരിച്ചു വിളിച്ചതായി ബോയിങ്ങിന്റെ പദ്ധതികളെക്കുറിച്ച് പരിചയമുള്ള 2 വ്യക്തികളെ ഉദ്ധരിച്ച് ഏവിയേഷൻ ന്യൂസ് സർവീസായ ദി എയർ കറന്റ് റിപ്പോർട്ട് ചെയ്തു. ചൈനയിലെ സിയാമൻ എയർലൈൻസിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഉദ്ദേശിച്ചിരുന്ന ഒരു ബോയിംഗ് ജെറ്റ് വിമാന നിർമ്മാതാവിന്റെ സിയാറ്റിലെ ഉൽപാദന കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് ഒരു സാക്ഷി കണ്ടതായി വാരാന്ത്യത്തിൽ റോയിട്ടേഴ്സ് സ്ഥിരീകരിച്ചു. സിയാമൻ ലിവറി പെയിന്റ് ചെയ്ത ഈ വിമാനം ഷൌഷാൻ പൂർത്തീകരണ കേന്ദ്രത്തിൽ അവസാന ജോലികൾക്കും ചൈനീസ് വിമാന കമ്പനിക്ക് ഡെലിവറി ചെയ്യുന്നതിനുമായി കാത്തിരിക്കുന്ന നിരവധി 737 മാക്സ് ജെറ്റുകളിൽ ഒന്നായിരുന്നു.